blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. അതിനുശേഷം ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് ഇടപ്പള്ളിയിൽ നിന്നുള്ള മിസ്സസ് ചന്ദ്രലത വിജയലാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാ ജന്മദിന അനുഗ്രഹങ്ങളാൽ നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പള്ളുരുത്തിയിൽ നിന്നുള്ള മിസ്സസ് റെജി ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകന് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. കൂടാതെ ബിലായിൽ നിന്നുള്ള ഉഷ കാർത്തികേയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിവിയർ ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുക. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഇന്നത്തെ എക്സാമിന് യേശുവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങിൽ നിന്നും ജ്ഞാനവും വിവേകവും വന്നു ചേരട്ടെ. നന്നായത് എഴുതുവാനുള്ള കൃപയാൽ കർത്താവ് നിറയ്ക്കണമേ. യാത്രയിൽ കൂടെയിരിക്കണമേ, ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നന്നായി എക്സാം എഴുതി ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കറുകച്ചാൽ. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീനികേതൻ ഓഡിറ്റോറിയം, മണിമല റോഡ്, കറുകച്ചാൽ. അടൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മേലേടത്ത് ഓഡിറ്റോറിയം, ഫയർ സ്റ്റേഷന് സമീപം, അടൂർ. ഈ മകന് ലഭിച്ച ഒരു സൗഖ്യവുമായിട്ടാണ് ഇന്ന് ഇവരിവിടെ നിൽക്കുന്നത്. ഷീജ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവർ ദീർഘനാളായിട്ട് ആന്ധ്രാപ്രദേശിലായിരുന്നു. അവിടെ ഒരു നേഴ്സായിട്ട് താൻ വർക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ മകൻ ജനിക്കുന്നത്. ഇപ്പോൾ ഇവന് 6 വയസ്സുണ്ട്. ജനിച്ച അന്ന് മുതൽ സിസ്റ്റർ പറഞ്ഞത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ മകൻ പിറന്നു വീഴാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് സംഭവിച്ചത്, ഇവൻ ജനനം മുതൽ തന്നെ ഒരു അലർജി രോഗത്തിന്, കഫത്തിൻ്റെ ഒരു അലർജി രോഗത്തിന് അടിമയായിരുന്നു. അതുകൊണ്ട് സംഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ്റെ ഈ വലതുവശത്തെ ചെവിയിലൂടെ പഴുപ്പും രക്തവും വരുമായിരുന്നു. ഈ ചെവി, അതെ, ഓക്കെ, പഴുപ്പും രക്തവും വരും. അതിശക്തമായ വേദനയും ഉണ്ടാകും. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞത്, ഈ വേദന വന്നു കഴിഞ്ഞാൽ ഈ കൈവച്ച് അവനിങ്ങനെ അള്ളിപ്പിടിച്ച് മാന്തി പറിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ചെവിയാണോ മാന്തി പറിക്കുന്നത്? അല്ല, ഈ ഇവരുടെ ശരീരത്തെ നമ്മൾ ആരെടുത്തിരുന്നോ അവരെ മാന്തി പറിക്കും. അവന്റെ ആ വേദന കൊണ്ട്. അതുപോലെ ശക്തമായ വേദനയായിരുന്നു ഈ മകനുണ്ടായിരുന്നത്. അത് ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഇവൻ്റെ അകത്ത് ഒത്തിരി കഫക്കെട്ടുണ്ട്, അതിൽ നിന്നുള്ള അലർജി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് തുടർമാനമായി കുറേ നാളുകൾ കഴിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന 4-5 ദിവസങ്ങളിൽ ആ പഴുപ്പ് വരലും ബ്ലഡ് വരലും കുറവുണ്ടാകും. എന്ന് ആൻറ്റിബയോട്ടിക് നിർത്തുന്നുവോ അന്ന് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും. ഇതുകൊണ്ട് ഈ മകന് 3 വയസ്സായപ്പോഴേക്കും ഇവനെ LKGയിൽ ചേർത്തിട്ട് സ്കൂളിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. ഈ അസുഖം നിമിത്തം ആ ചേർത്ത ഏതാനും ദിവസം പോയതല്ലാതെ പിന്നീട് പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരി സ്ഥിരമായി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം TV പ്രോഗ്രാം കാണുന്നതിനിടയിൽ ബ്രദർ ഡാമിയൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്: ചെവിയിൽ നിന്നും പഴുപ്പും ബ്ലഡും വരുന്ന ഒരു കൊച്ചു
കൊച്ചുമകനെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറഞ്ഞത്. തന്നെയാ പറഞ്ഞു. അപ്പോൾ ഇതിനു മുൻപ് സംഭവിച്ച ഈ ഡോക്ടർ അവസാനം ഒരു നിവൃത്തി ഇല്ലാണ്ട് പറഞ്ഞു, നമുക്ക് അവസാനം ഈ ചെവി ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു സൊല്യൂഷനിൽ എത്തി നിൽക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇവർ ഈ TV പ്രോഗ്രാമിലൂടെ ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നത്. ഈ സമയം ഈ സഹോദരി ചെയ്തത് മകന്റെ തലയിൽ കൈവച്ച് അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഏറ്റെടുത്തു. അതായത് പ്രോഗ്രാം നടക്കുന്നിടയിൽ തന്നെ ഈ മോൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഓക്കെ. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, അന്നൊന്നും ഫീൽ ചെയ്തില്ല ഇവർക്ക്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ഈ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവരുടെ ഡോക്ടറുടെ അടുക്കൽ ചെന്നു. ഡോക്ടറുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഈ ചെവി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇപ്പോൾ ഓപ്പറേഷൻ നടത്തേണ്ട ഒരു സാധ്യത കാണുന്നില്ല. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ബ്ലീഡിങ്ങോ പഴുപ്പോ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഡോക്ടർ ഒരു മറുപടി പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ ദിവസം വെച്ച് നോക്കാൻ സിസ്റ്റർ പറഞ്ഞ ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷമായി. 2 വർഷം കഴിഞ്ഞു. ഇതുവരെ ആ മകന്റെ ചെവിയിൽ നിന്ന് പിന്നീട് പഴുപ്പോ ബ്ലഡോ വന്നിട്ടില്ല. That is great. Abu Dhabi Blessing Festival, April 12th, 2016, Tuesday. Time 7 p.m. to 10 p.m. Hotel Grand Mercure Residence, Zayed the First Street, Electra Street, Tourist Club area. Sharjah Blessing Festival, April 13th, 2016, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church, Main Hall, Sharjah. Dubai Blessing Festival, April 14th, 2016, Thursday. Time 7 p.m. to 10 p.m. Musalla Tower, Main Hall, near Al Fahidi Metro Station, Bur Dubai. Al Nada Blessing Festival, April 15th, 2016, Friday. Time 5 p.m. to 7 p.m. Hall number 7, first floor, near Al Mulla Plaza Building, Al Nada. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ധൂർത്തപുത്രനും മൂത്തപുത്രനും. നമുക്കറിയാം, ധൂർത്തപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞു ഏതാണ് കഥ എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു കഴിഞ്ഞു. കാരണം വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കഥയാണ് ധൂർത്തപുത്രൻ്റെ കഥ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ എപ്പോഴും പറയാൻ സാധ്യതയുള്ളത് ധൂർത്തപുത്രൻ്റെ കഥ എന്നാണ്. എന്നാൽ ആ കഥയ്ക്ക് ഒരു ക്രിസ്തീയ വീക്ഷണത്തിൽ ഒരു പേരൊന്നും മാറ്റാൻ ശ്രമിച്ചാൽ ആ കഥയ്ക്ക് ഇങ്ങനെ പേര് കൊടുക്കേണ്ടി വരും: സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിൻ്റെ കഥ എന്ന് പറയുന്നതായിരിക്കാം അതിന് കുറച്ചുകൂടെ, എനിക്ക് തോന്നുന്നു, അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചുകൂടെ നല്ലത്. ധൂർത്തപുത്രൻ്റെ കഥ ഒക്കെ ഉൾപ്പെടുന്ന ആ അധ്യായം എന്നുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. ഈ 15-ാം അധ്യായം എന്ന് പറയുന്നത് ബൈബിളിലെ എല്ലാ അധ്യായങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം എന്നുള്ളത്. യേശു കർത്താവിടെ 3 കഥകളാണ് അഥവാ ഉപമകളാണ് ഇവിടെ പങ്കുവെച്ചത്. ഒന്നാമത്തെ ഉപമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പാരബിൾ ഓഫ് ലോസ്റ്റ് ഷീപ്പ്. ആ ആട് നഷ്ടപ്പെട്ടത് ഒരു വനാന്തരത്തിൽ വെച്ചിട്ടാണ്, ഒരു മരുഭൂമിയിൽ വെച്ചിട്ടാണ് ആ ആട് നഷ്ടപ്പെട്ടത്. ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കുറിച്ചുള്ള കഥ. എന്നാൽ രണ്ടാമത് വരുമ്പോൾ ലോസ്റ്റ് കോയിൻ. എവിടെയാണ് നാണയം നഷ്ടമായത്? വീട്ടിനകത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയതിൻ്റെ കഥ. ലോകത്തിൽ മാത്രമല്ല, ചില ആളുകൾ നഷ്ടപ്പെടുന്നത് വീടിനകത്ത് വെച്ച് നഷ്ടപ്പെടുന്നു, പക്ഷെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു കഥ, മൂന്നാമത്തെ കഥ എന്താണ്? ഒരു
ഒരപ്പന് നഷ്ടമായ മകൻ്റെ കഥ. ഹല്ലേലൂയ. പ്രോഡിഗൽ സൺ അഥവാ ദ ലോസ്റ്റ് സൺ എന്ന് പറയുന്നത്. എന്നാൽ ഈ കഥയിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ തുടങ്ങി 24 വരെയുള്ള വേദഭാഗങ്ങളിലാണ് നമുക്ക് ഈ ലോസ്റ്റ് സൺ അഥവാ പ്രോഡിഗൽ സൺ എന്ന് പറയുന്ന ആ ഒരു മകനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. കഥ എല്ലാവർക്കും അറിയാം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ അപ്പനോട് അവകാശമെല്ലാം തരണമെന്ന് പറഞ്ഞു. അവകാശമെല്ലാം മേടിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ചെന്ന് കളി, ചിരി, ചീട്ടുകളി, മദ്യപാനം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി. പണമെല്ലാം നഷ്ടമായപ്പോൾ കൂട്ടുകാരെല്ലാം തന്നെ വിട്ടുപോയി. ആ സമയത്ത് ഒരു ജോലിക്ക് വേണ്ടി പന്നിയെ വളർത്തുന്ന ഒരു സ്ഥലത്ത് ചെന്നു. ആ പന്നിയുടെ ഭക്ഷണം പോലും കിട്ടാതിരിക്കുന്ന സമയത്ത് തനിക്ക് ബോധമുണ്ടായി. പിതാവിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ തൻ്റെ വീട്ടിലെ ജോലിക്കാരെ കുറിച്ച് ചിന്തിച്ചു. തീരുമാനിച്ചു, ഞാൻ മടങ്ങിപ്പോകുകയാണെന്ന്. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ ദൂരെ നിന്ന് കണ്ട പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് അവന് ചില സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അന്ന് രാത്രി ഒരു വലിയ ആഘോഷത്തിൻ്റെ രാത്രിയാക്കിയിട്ട് അപ്പൻ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ മകൻ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ മകൻ, ഇതാ എനിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഒരു ധൂർത്തപുത്രൻ്റെ കഥ എന്നുള്ള രീതിയിൽ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തെ വിവരിച്ചുകൊണ്ട് ബൈബിളിൽ പ്രതിപാദിക്കുന്ന കഥ എന്നുള്ളത്. എന്നാൽ ഈ കഥയിൽ നിന്ന്, ഈ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് ആ പാഠങ്ങൾ എന്നുള്ളതാണ്. കാരണം ഈ പാഠങ്ങൾ നമ്മൾ ഓർത്തു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയത്തിലേക്ക് പോകാതെ എന്നും ജയത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ സമീകൃതമായി കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ആരായിരുന്നു ഈ ധൂർത്തപുത്രൻ? ഈ ധൂർത്തപുത്രൻ എന്നുള്ളത് ഒരു സ്വാർത്ഥനും ശാഠ്യക്കാരനുമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ സ്വാർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സാധാരണ രീതിയിൽ ഇസ്രായേലിലെ അപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പൻ മരിക്കാതെ മക്കൾക്ക് അവകാശം കൊടുക്കുകയില്ല. മൊത്തം സ്വത്തിൽ 2/3 ഭാഗം മൂത്ത മകനും 1/3 ഭാഗം ഇളയ മകനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഭാഗം കൊടുക്കുന്നത് മരണശേഷം മാത്രമായിരിക്കും. മരണത്തിന് മുൻപ് അപ്പന്മാർ അവർക്ക് ജീവിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ. മരണത്തിന് മുൻപ് ഒരിക്കലും സ്ഥലമോ മറ്റ് കാര്യങ്ങളോ ഒന്നും തീരെഴുതി അപ്പന്മാർ കൊടുക്കാത്ത ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. എന്നാൽ ഈ മകൻ ചെന്ന് ചോദിക്കുകയാണ്, അപ്പാ എൻ്റെ ഭാഗം തരണം, ഗിവ് മീ മൈ ഷെയർ, എൻ്റെ ഷെയർ എനിക്ക് തരിക ചെന്ന് ചോദിക്കുകയാണ്. അപ്പൻ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കെ അപ്പനെ കൊല്ലുന്നതിന് തുല്യമാണ് അന്നത്തെ കാലത്ത് അപ്പനോട് അവകാശം ചോദിക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലത്തും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പന്മാർ അത് സന്തോഷത്തോടെ മക്കൾക്ക് വേണ്ടി, അമ്മമാർ സന്തോഷത്തോടെ മക്കൾക്ക് വേണ്ടി കൊടുക്കേണ്ട നന്മയാണ് പൈതൃകമായിട്ടുള്ള നന്മകൾ എന്നുള്ളത്. സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? യെസ്. ഈ മകൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗിവ് മീ മൈ ഷെയർ, എൻ്റെ പങ്ക് എനിക്ക് തരണം. വളരെ വേദനയോടെ ആയിരിക്കാം ആ അപ്പൻ തൻ്റെ അവകാശം അഥവാ 1/3 വരുന്ന സ്വത്ത് അവൻ്റെ കയ്യിൽ എന്ത് ചെയ്തത്? കൊടുത്തുവിട്ട്. അവൻ ഒരിക്കലും സമ്പാദിച്ച വകയല്ല, അവൻ ഒരിക്കലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, അവൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലായിരുന്നു, അത് അപ്പൻ കൊടുത്ത മുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ അപ്പനെ വിട്ടിട്ട് ആ നന്മയുമായിട്ട് അങ്ങ് പോയി. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, സ്വർഗത്തിലെ ദൈവം നമുക്ക് ചില നന്മകളും അവകാശങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നന്മകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പനെ വിട്ടിട്ട് പോകരുത്. ഹല്ലേലൂയ. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ദൈവം നന്മകൾ തന്നു കഴിയുമ്പോൾ ദൈവത്തെ മറന്ന്, ദൈവം തന്ന ആ ദാതാവിനെ, നന്മകൾ തന്ന ദാതാവിനെ മറന്ന് വിട്ടുപോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. നെഞ്ചിലേക്ക് കൈയൊന്ന് എടുത്തു വെച്ചിട്ട് ഒന്ന് തീരുമാനിച്ചേ, കർത്താവേ എനിക്ക് നീ നന്മ തന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അങ്ങയെ വിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, പോകുകയില്ല കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ ഈ മകനെ സംബന്ധിച്ചിടത്തോളം വളരെ ശാഠ്യക്കാരനായിട്ടുള്ള മകനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പങ്ക് തരിക എന്ന് പറയുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് തരിക എന്നാണ് പറയുന്നത്. അപ്പൻ്റെ കൂടെ നിന്നാൽ ശരിയായ സ്വാതന്ത്ര്യം
ഉണ്ടാകുകയില്ല അല്ലേ. സ്വാതന്ത്ര്യത്തിന് ചില പരിധികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സന്തോഷത്തിന്, ഫൺ, പ്ലഷർ, ഇതിനൊക്കെ ചില പരിധികൾ ഉണ്ടായിരിക്കും. അപ്പൻ്റെ കൂടെ നിന്നാൽ അച്ചടക്ക മനോഭാവത്തോടെ ജീവിക്കേണ്ടി വരും. അപ്പൻ്റെ കൂടെ നിന്നാൽ അപ്പൻ്റെ കണ്ണ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൻ്റെ ബിസിനസ് നോക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ അധികം അപ്പൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത്തരം പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ഈ അപ്പൻ്റെ കൂടെ ആ മകൻ നിൽക്കാനായിട്ട് അവൻ ബുദ്ധിമുട്ട് കാണിക്കുകയാണ്. തൻ്റെ ഷെയറും വാങ്ങിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബ്ലെസ്സിങ് ടുഡേയിലൂടെ അനൗൺസ്മെൻ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഏപ്രിൽ 7, 8, 9 തീയതികളിൽ യൂത്ത് അൺലിമിറ്റഡ് നാഷണൽ കോൺഫറൻസ് നടക്കുകയാണ്. 13 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ടീൻസിനും യൂത്ത്സിനും ഇതിലേക്ക് സ്വാഗതം. നേരത്തെ തന്നെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. താമസ സൗകര്യം, ഭക്ഷണമെല്ലാം നേരത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഫോൺ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ തരപ്പെടുത്തുക. I guarantee you, Jesus will transform your life. മാതാപിതാക്കൾ കുട്ടികളെ അയക്കുക. കുട്ടികൾ ദയവായി വന്നു ചേരുക. ഓർക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അല്പം സ്വാതന്ത്ര്യം കുറയുന്ന പോലെ, മറ്റുള്ളവരുടെ മദ്യപാന കൂട്ടുകെട്ടിലേക്ക് പോകാൻ പറ്റാത്തതുപോലെ, മറ്റു പല പാപങ്ങളിലേക്ക് പോകാൻ പറ്റാത്തതുപോലെ, മറ്റു പല കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ചില വേലിക്കെട്ടുള്ളതുപോലെ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ അപ്പൻ കൂടെയുള്ളപ്പോൾ ലഭിക്കുന്ന നന്മയേക്കാൾ വലിയ ഒരു നന്മയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. എല്ലാ സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നും. സാരമില്ല, കാരണം ഒടുവിൽ അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന സന്തോഷവും നിത്യമായ രക്ഷയും നൽകുന്നൊരു ജീവിതമായിരിക്കും സ്വർഗത്തിലെ പിതാവിൻ്റെ കൂടെയുള്ള ജീവിതം. ഹല്ലേലൂയ. ഒരിച്ചിരി സന്തോഷത്തിന് വേണ്ടി മദ്യപാനത്തിൻ്റെ പുറകെ പോകല്ലേ. ഒരിച്ചിരി സന്തോഷത്തിന് വേണ്ടി ദൈവിക നിയമങ്ങളെ കാറ്റിൽ പറത്തല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. അപ്പൻ്റെ കയ്യിൽ പിടിച്ച് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്വർഗീയ പിതാവിൻ്റെ കൈ പിടിച്ച് തന്നെ മുന്നോട്ട് പോവുക. എനിക്ക് അങ്ങനെ ഒരു സ്വതന്ത്ര ജീവിതം വേണ്ട, എൻ്റെ കർത്താവിൻ്റെ കൈ പിടിച്ചുള്ളൊരു ജീവിതം മതി എന്ന് ജീവിതത്തിൽ തീരുമാനിക്കാമെങ്കിൽ ഒരു കാര്യം ഞാൻ മുന്നോട്ട് പറയാം, ഇടത്തോട്ടും വലത്തോട്ടും നോക്ക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതം തന്നെയായിരിക്കും. ഹല്ലേലൂയ. സാധാരണ രീതിയിൽ എപ്പോഴും കണ്ണുണ്ടെങ്കിൽ പലരും ചിന്തിക്കും, അയ്യോ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണല്ലോ എന്നോർക്കും. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, അത് കുടുംബ ബന്ധങ്ങൾ, കുടുംബ ജീവിതം, ഇത്തരം പല കാര്യങ്ങളൊക്കെ ചില വേലിക്കെട്ടാണ് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു ചുറ്റിക്കെട്ടാണെന്നൊക്കെയാണ് പല ആളുകളും, പല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വേലികൾ തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ പൊതുവെ സാധാരണ നാം ഇവിടെ ഈ വചനത്തിൽ കാണുന്നത് മകൻ അപ്പനെ വിട്ടു പോകാൻ കാണിക്കുന്ന വലിയൊരു വ്യഗ്രതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലാഖിയുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് മനുഷ്യൻ്റെതായ വഴികളിലൂടെ ഒരു വ്യക്തി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബൈബിൾ വ്യക്തമായി പറയുന്നു, ആ വ്യക്തിക്ക് അനുഗ്രഹങ്ങളല്ല ഉണ്ടാകുന്നത്, മറിച്ച് പിന്നെ എന്തായിരിക്കും? ശാപങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ട് എൻ്റെ വർഷങ്ങൾ 2016 ഈ ദിവസം തുടങ്ങുന്ന ഇനി അങ്ങോട്ടുള്ള എൻ്റെ വർഷങ്ങൾ അത് ദൈവത്തിൻ്റെ, എൻ്റെ സ്വർഗീയ അപ്പൻ്റെ കൈപിടിച്ചുകൊണ്ടുള്ള യാത്രയായിരിക്കും. അതൊരിക്കലും കൈവിട്ട് കുതറി ഞാൻ ഓടിപ്പോകുകയില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കാനായി സാധിക്കണം. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിരിക്കും. ഈ മകൻ ഈ സ്വത്തും കൊണ്ട് പോയ സമയത്ത് അന്ന് കണ്ട പല ആളുകളും ചിന്തിച്ചു കാണും, ഓ ആ സ്വത്തൊക്കെ ലഭിച്ചത് കൊണ്ട് അവൻ അങ്ങ് സുഖമായിട്ട് ജീവിച്ചോളും എന്ന് കരുതി കാണും. പക്ഷെ ഓർക്കുക, സ്വർഗത്തിലെ പിതാവിൻ്റെ അനുഗ്രഹമില്ലാതെ എന്തു തുടങ്ങിയാലും എങ്ങോട്ട് പോയാലും അത് ശാശ്വതമായി ഒരനുഗ്രഹമായിരിക്കുകയില്ല. ഹല്ലേലൂയ. ശാശ്വതമായ ഒരു അനുഗ്രഹം വേണമെങ്കിൽ
ദൈവത്തിൻ്റെ കൈ പിടിച്ചോണ്ട് പോണം. ഹല്ലേലൂയ. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന വഴികൾ വളരെ നല്ല വഴിയാണെന്ന് തോന്നിയേക്കാം. ബൈബിൾ പറയുന്ന, എന്നാൽ അതിൻ്റെ ഒടുവിൽ അവസാനമോ അത് മരണവഴികളത്രേ. അതാണ് ബൈബിൾ പറയുന്നത്. ഒടുവിൽ അത് മരണവഴികളാകാം. ഒടുവിൽ അത് നിങ്ങളെ കടക്കെണിയിൽ കൊണ്ടുപോയി ചാടിച്ചേക്കാം. ഒടുവിൽ വലിയ അബദ്ധങ്ങളിൽ കൊണ്ടുപോയി നിങ്ങളെ കൊണ്ടു നിർത്തിയേക്കാം. അതുകൊണ്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ കൈ പിടിച്ച് ആ തീരുമാനത്തോടെ ആ വേലിക്കെട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് പ്രാപിക്കുവാനും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കും. ഒരിക്കൽ കൂടെ ചേർന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. രണ്ടാമതായിട്ട് ഈ മകൻ്റെ പ്രത്യേകത എന്നുള്ളത്, അവൻ ഒത്തിരി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. എന്തുകൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വന്നത്? ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അവൻ കടന്നു. ഹി വെന്റ് ത്രൂ ലോട്ട്സ് ഓഫ് സഫറിങ്. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അവൻ കടന്നു പോവുകയാണ്. ഏതൊക്കെയായിരുന്നു? ഏതാണ്ട് 4ഓളം വലിയ പ്രശ്നങ്ങളിലൂടെ അവൻ കടന്നു പോവുകയാണ്. ഒന്നാമത്തെ പ്രശ്നം, അവനൊരു അനാഥനായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങളിൽ ചില ആളുകളൊക്കെ ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കാം, ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നു, ഞാൻ മാത്രം ഇത് ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് മാത്രം, ഞാൻ മാത്രം ചെയ്യുന്നു, ഞാൻ മാത്രം ചെയ്യുന്നു. ഓർക്കുക, അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഒരു അനാഥത്വത്തിൻ്റെ തെളിവാണത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്താൽ നിന്നുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഇങ്ങനെ നടത്തുകയാണ്, ദൈവം അനുവദിച്ച് ദൈവം ഇങ്ങനെ നടത്തുകയാണ്, ദൈവത്താൽ ഇതിങ്ങനെ സാധ്യമായി. വാക്കുകൾക്ക് വ്യത്യാസം വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഓർക്കുക, സ്വർഗത്തിലെ പിതാവിനോടൊപ്പമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെങ്കിൽ, നിങ്ങളുടെ ജോലിയെങ്കിൽ, നിങ്ങളുടെ കുടുംബമെങ്കിൽ, നിങ്ങളുടെ ജീവിതമെങ്കിൽ, നിങ്ങൾക്കൊരിക്കലും അനാഥത്വം അതിൽ എന്താ പറയുക ഫീൽ ചെയ്യുകയില്ല. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, അവൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? അവനങ്ങ് തീർത്തു. എല്ലാം ഹി സ്പെൻഡ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി തന്നെ അവൻ ഉപയോഗിച്ച് തീർത്തു. സത്യം പറഞ്ഞാൽ ഈ മകൻ അപ്പൻ്റെ സ്വത്ത് ഹോൾഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവനാണ് ഒരു മകൻ എന്നുള്ളത്. പകരം അപ്പൻ്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിച്ച് തീർത്തിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പൻ്റെ കൂടെ അല്ലാതെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് തോന്നും ഇത് വളരെ ശൂന്യമാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റയ്ക്ക് തുഴയുന്നു, അല്ലെങ്കിൽ എന്താ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും. അങ്ങനെ തോന്നലുള്ള ആരെങ്കിലും ഇന്നത്തെ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഒരൊറ്റ തീരുമാനം ഇന്ന് എടുക്കാൻ സാധിച്ചാൽ എൻ്റെ ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ ധന്യയായി എന്ന് പറയും. കാരണം ഒറ്റ തീരുമാനം മതി. ഇന്നു മുതൽ എൻ്റെ ജീവിതം എൻ്റെ യേശുവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ടായിരിക്കും. നാളെ ഏപ്രിൽ 1-ാം തീയതിയാണ്. പുതിയൊരു സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, ചെക്ക് ബുക്കുകൾ, അതുപോലെ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയതെല്ലാം എടുത്തു വയ്ക്കുക. ആ സമയത്ത് അതിൻ്റെ മേൽ നിങ്ങൾക്ക് തന്നെ കൈവച്ച് കർത്താവിൽ നിന്ന് വിശ്വാസത്താൽ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആൻഡ് ഫ്രീഡം ഉണ്ടാകേണ്ടതിന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ സമയത്ത് അങ്ങയുടെ കൈ നീട്ടി നിൻ്റെ കുഞ്ഞുങ്ങളെ തൊടണമേ. യേശുവാണ് സകല പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവെ,
എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി അങ്ങ് ഇറങ്ങി വരണം. കുടുംബത്തിൽ സമാധാനമില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ ഈ സമയത്ത് ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. യേശു സമാധാനമാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഉള്ളിൽ പ്രാർത്ഥിക്കുക, യേശുവെ ഇന്ന് തുടങ്ങി ഞങ്ങളുടെ വീട്ടിലൊരു സമാധാനം ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ. ഉള്ളിൽ പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകമായ ആർത്രൈറ്റിസ് സൗഖ്യമാകുന്നു. ശ്വാസതടസ്സവും ആസ്മ രോഗവും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള അൾസർ, അതുപോലെ അസിഡിറ്റി തുടങ്ങിയത് സൗഖ്യമാകട്ടെ. ആമാശയത്തിനകത്തുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികൾ തകരാറിലായത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യൂറിനറി ബ്ലാഡർ ഇപ്പോൾ ഹീൽഡ് ആവട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൈൽസ് രോഗം മാറിപ്പോകട്ടെ. കാൽമുട്ടുകളിൽ നീരുള്ള ചില വ്യക്തികൾ, അകത്തെന്തോ സാരമായ തകരാറുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ആ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ ഇപ്പോൾ സൗഖ്യമാകും. അതുപോലെ അസ്ഥികളെ ബാധിക്കുന്ന ഓസ്റ്റിയോപ്രോസിസ് എന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. മസിലുകൾ വീക്കാകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ മാറിപ്പോകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാകട്ടെ. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് വലിയ വിടുതലുകൾ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. മദ്യപാനം മാറിപ്പോകട്ടെ. പുകവലി മാറിപ്പോകട്ടെ. മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാറിപ്പോകട്ടെ. മരണചിന്തകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി. നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് യേശുവിനോട് പറയാം, യേശുവേ അങ്ങനെ വിടുവിക്കണമേ, അങ്ങനെയൊക്കെ അനുഗ്രഹം തരണമേ, ഒരു വ്യത്യാസം നൽകണമേ. കർത്താവെ നീ അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെയും മറ്റന്നാളും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് നടക്കുന്നു. തീർച്ചയായും വരണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ വേണ്ടവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് ഓൺലൈനായി കരസ്ഥമാക്കേണ്ടതിന് വെബ്സൈറ്റ് സന്ദർശിക്കുക. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.